യുദ്ധക്കളം സജ്ജമാക്കി. ഒരു വശത്ത് രാമന്റെ നിർഭയനായ അനുജനായ ലക്ഷ്മണനുണ്ടായിരുന്നു. മറുവശത്ത് അജയ്യനായ ഇന്ദ്രജിത്ത്, അസുരരാജാവായ രാവണന്റെ മകൻ മേഘനാഥൻ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ശക്തികൾ ഇതിഹാസമായിരുന്നു. ഇന്ദ്രജിത്ത് വെറുമൊരു പോരാളിയായിരുന്നില്ല, മാന്ത്രിക വിദ്യയുടെ അഗ്രഗണ്യനും പോരാട്ടത്തിലെ മാരകശക്തിയും ആയിരുന്നു. ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെയുള്ള ദിവ്യായുധങ്ങളുടെ ആയുധശേഖരം അദ്ദേഹത്തെ ഏതാണ്ട് അജയ്യനാക്കി. എന്നിരുന്നാലും ലക്ഷ്മണൻ ഒട്ടും പതറിയില്ല. അവന്റെ ശക്തിയും ധീരതയും സഹോദരനായ രാമനോടുള്ള വിശ്വസ്തതയും അവനെ ഒരു ശക്തനായ എതിരാളിയാക്കി. പക്ഷേ ഇന്ദ്രജിത്തിന്റെ അസംസ്കൃത ശക്തിക്ക് അവൻ തയ്യാറായില്ല. രണ്ട് യോദ്ധാക്കൾ ഏറ്റുമുട്ടി. അധികം താമസിയാതെ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന്റെ മാന്ത്രിക അസ്ത്രങ്ങളാലും വ്യാമോഹങ്ങളാലും തളർന്നുപോയി. ഇന്ദ്രജിത്തിന്റെ അസ്ത്രങ്ങൾ മാരകമായ കൃത്യതയോടെ പതിച്ചു. ലക്ഷ്മണന് ഗുരുതരമായി പരിക്കേറ്റു. അവൻ ബോധരഹിതനായി. യുദ്ധഭൂമി നിശബ്ദമായി. വാനരസൈന്യം തങ്ങളുടെ നായകൻ അശക്തനായി കിടക്കുന്നത് ഭീതിയോടെ നോക്കിനിന്നു. എന്നാൽ സഹായം വഴിയിൽ ആയിരുന്നു. ശക്തനായ കുരങ്ങൻ ദേവനായ ഹനുമാൻ ലക്ഷ്മണന്റെ അരികിലേക്ക് ഓടിയെത്തി. അവനെ സുഖപ്പെടുത്താൻ അപൂർവമായ സഞ്ജീവനി സസ്യം കണ്ടെത്തി. അതിനിടയിൽ ലക്ഷ്മണന്റെ അവസ്ഥയെക്കുറിച്ച് രാമൻ അറിയാതെ തുടർന്നു. വലിയ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഹനുമാന്റെ രോഗശാന്തി സ്പർശനത്തിനു ശേഷം പോരാട്ടം തുടരാൻ തീരുമാനിച്ച ലക്ഷ്മണൻ ബോധം വീണ്ടെടുത്തു. എന്നാൽ ഇന്ദ്രജിത്ത് അത്ര എളുപ്പമായിരുന്നില്ല. അവന്റെ മിഥ്യാധാരണകൾ യുദ്ധക്കളത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. ലക്ഷ്മണൻ തന്റെ അദൃശ്യനായ ശത്രുവിനെ കണ്ടെത്താൻ പാടുപെട്ടു. തന്റെ തോൽവി ആസന്നമാണെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രജിത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ലക്ഷ്മണൻ നിസ്സംഗനായിരുന്നു. ഇന്ദ്രജിത്തിനെ പരാജയപ്പെടുത്താനുള്ള താക്കോൽ അവന്റെ രഥത്തിലായിരുന്നു. രാവണന്റെ സഹോദരനായ വിഭീഷണൻ രഹസ്യം വെളിപ്പെടുത്തി രഥം നശിപ്പിക്കുക. ഇന്ദ്രജിത്തിന് ശക്തി നഷ്ടപ്പെടും. ഇപ്പോൾ പൂർണ്ണമായി സുഖം പ്രാപിച്ച ലക്ഷ്മണൻ തന്റെ സഖ്യകക്ഷികളുമായി ചേർന്ന് ഇന്ദ്രജിത്തിന്റെ രഥത്തിൽ പ്രഹരിച്ച. യുദ്ധം രൂക്ഷമായപ്പോൾ ലക്ഷ്മണന്റെ അസ്ത്രങ്ങൾ അവയുടെ അടയാളം കണ്ടെത്തി. ഒറ്റ പ്രഹരത്തിൽ ഇന്ദ്രജിത്തിന്റെ രഥം നശിപ്പിക്കപ്പെട്ടു. രഥത്തിന്റെ നാശം ഒരു മാറ്റം വരുത്തി. ഇന്ദ്രജിത്തിന്റെ മാന്ത്രികതയും മിഥ്യാധാരണകളും മങ്ങാൻ തുടങ്ങി. ഇപ്പോൾ അത് ശുദ്ധശക്തിയുടെ യുദ്ധമായിരുന്നു. ലക്ഷ്മണനായിരുന്നു മുൻതൂക്കം. തന്റെ തോൽവി ആസന്നമാണെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രജിത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ലക്ഷ്മണൻ നിസ്സംഗനായിരുന്നു. ലക്ഷ്മണൻ കൃത്യനിഷ്ഠയോടും ക്രോധത്തോടും കൂടി ഇന്ദ്രജിത്തിന്റെ ഹൃദയത്തിലൂടെ ഒരു ദിവ്യ അസ്ത്രം അയച്ചപ്പോൾ അവസാന നിമിഷം വന്നു. ഇന്ദ്രജിത്ത് വീണു. അവന്റെ ശരീരം നിലത്തു വീണു. അവന്റെ ഭീകരഭരണം ഒടുവിൽ അവസാനിച്ചു. ആ നഷ്ടം രാവണൻ വിനാശകരമായിരുന്നു. അദ്ദേഹത്തിന് നഷ്ടമായത് ഒരു മകനെ മാത്രമല്ല, ലങ്കയിലെ ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളെയാണ്. എന്നാൽ ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം കേവലം ഒരു വ്യക്തിഗത വിജയം എന്നതിലുപരിയായിരുന്നു. ഇത് യുദ്ധത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. വാനര സൈന്യത്തിന്റെ മനോവീര്യം ഉയർന്നു. ഇന്ദ്രജിത്ത് പോയതോടെ യുദ്ധത്തിന്റെ വേലിയേറ്റം രാമനും കൂട്ടാളികൾക്കും അനുകൂലമായി മാറാൻ തുടങ്ങി. രാവണെതിരെയുള്ള ആത്യന്തിക വിജയത്തിലേക്ക് അവരെ ഒരു പടി കൂടി അടുപ്പിച്ചു.